നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ അവളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിയും എന്തൊക്കെ സ്റ്റേജസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. വലിയ ഹാപ്പി ഫാമിലി ലൈഫൊന്നും അല്ലായിരുന്നു ഞങ്ങളുടേത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. അപ്പം ഇതെന്താ ഈ കോലത്തിലൊക്കെ ഇരിക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. സോ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ സമയം കറക്റ്റ് ഒരു 1 മണി ആയിട്ടുണ്ട്. കണ്ടോ, 1 മണിയായി രാത്രി. അപ്പം എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാനിങ്ങനെ ഇരിക്കുവാണ്. നാളെ വിഷുവാണ്. അപ്പം വിഷുവിൻ്റെ തലേദിവസമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ. ആക്ച്വലി ഇന്ന് വിഷുവായി, 1-ാം തീയതി 1 മണിയായി. ഹാപ്പി വിഷു ഗൈസ്. അപ്പം വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പം ഇന്ന് എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വീഡിയോസ് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ, പുതിയതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നവരൊക്കെ. സോ ശരി, എൻ്റെ ഒരു ഇൻട്രോ തരാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പലർക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പലർക്കും എന്നെ അറിയാമായിരിക്കാം. നിങ്ങളുടെ കൂടെ പഠിച്ച സഹപാഠിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരിയായിട്ട്, നിങ്ങളുടെ റിലേറ്റീവായിട്ട്, നിങ്ങളുടെ ഫ്രണ്ടായിട്ട്, അല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത ഒരു കൊളീഗായിട്ട്, മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു മോഡലായിട്ടോ, ആക്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്ത ടൈമിൽ ഒരു ഷോർട്ട് ഫിലിം ആക്ട്രസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ മിനി ആക്ട്രസ് അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലും അങ്ങനെയൊക്കെ, അതിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസ്, അങ്ങനെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നതായിരിക്കും. ഒരുമിച്ച് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം, ഒരുമിച്ച് നമ്മൾ ഹോസ്റ്റൽ ലൈഫ് സ്പെൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നതായിരിക്കും. മിക്കുള്ളവർക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർക്കാണെങ്കിലും പഴയ ആൾക്കാർക്കാണെങ്കിലും ഒട്ടുമിക്ക പേർക്കും എന്നെ അറിയാവുന്നവരായിരിക്കും പേഴ്സണലി. കാരണം ഞാനിപ്പോൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്കിനും പേഴ്സണലി എനിക്ക് കോൺടാക്റ്റിലുള്ളവർക്ക്, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും രീതിയിൽ എനിക്ക് പരിചയമുള്ളവരിലേക്കായിരിക്കും ഇത് കൂടുതലും എത്തിപ്പെടുന്നത്. ഇപ്പം പലർക്കും എൻ്റെ ഒരു ഔട്ട്ലുക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഔട്ട്ലൈൻ മാത്രമേ അറിയത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആർക്കും അറിയില്ല. പലരും ജഡ്ജ് ചെയ്യാറുണ്ട്, പല രീതിയിലും ജഡ്ജ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനതൊന്നും വക വയ്ക്കാറില്ല. എന്നോട് വളരെ അടുത്ത് നിൽക്കുന്ന, ഒരുപാട് അടുപ്പമുള്ളവർ, വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഞാൻ എന്താണ്, എൻ്റെ ലൈഫ് എന്തായിരുന്നു, ഞാൻ ഏത് സ്റ്റേജിൽ കൂടെ കടന്നു വന്നതാണ് എന്നൊക്കെ ഉള്ളത് അറിയത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഇപ്പോഴും എൻ്റെ ചങ്കായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ദേ ആർ സച്ച് എ ജം പേഴ്സൺസ് ഇൻ മൈ ലൈഫ്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നു പോകുന്നു. ഓക്കെ, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതൊക്കെ ദെയർ ചോയ്സ്, ദെയർ പേഴ്സണൽ ചോയ്സ്. നമുക്കാരെയും പിടിച്ചു നിർത്താനും ഈ പറയുന്നവർക്ക് സ്നേഹം പിടിച്ചു വാങ്ങാനും പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ അവളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിയും എന്തൊക്കെ സ്റ്റേജസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ ഹസ്കി വോയിസിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നൈറ്റല്ലേ, എല്ലാവരും ഉറങ്ങുവാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു ഹാഹു വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഹസ്കി വോയിസിൽ സംസാരിക്കുന്നത്. നിങ്ങളിലേക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഫുൾ ശബ്ദതയാണ്, പിൻ ഡ്രോപ്പ് സൈലൻസ്. ഇപ്പോൾ ഒരു മുട്ടുപിൻ ശരിക്കും തറയിലിട്ടാൽ അതിനത്രയും നോയ്സ് ഉണ്ടാവും. സോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എൻ്റെ പേര് രേവതി കൃഷ്ണൻ. ഈ കൃഷ്ണൻ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ബട്ട് ബൈ മിസ്റ്റേക്കൺലി ഈ പറയുന്ന SSLCയിലും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും കാര്യങ്ങളിലും ഒക്കെ ആഡഡ് ആണ്. സോ ഐ ഹാവ് ടു ക്യാരി ദിസ് നെയിം. ലൈഫ് ലോങ് ആണല്ലോ അത്. ചേഞ്ച് ചെയ്യണമെന്നൊക്കെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ബട്ട് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒരുപാടായതുകൊണ്ട് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. എന്തായിരുന്നാലും ഇത്രയായി, ഇനിയും കുറച്ച് നാളും കൂടെ കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ. സോ എൻ്റെ അമ്മ വന്നിട്ട് പത്തനംതിട്ട ആണ്. പത്തനംതിട്ട മലയാളപ്പുഴക്കാരിയാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അച്ഛൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര ഭാഗത്തുള്ള ആളായിരുന്നു. പിന്നെ ഇവിടെ കല്ലറ, കിളിമാനൂർ കല്ലറ, പാലോട് കല്ലറ എന്നൊക്കെ പറയില്ലേ, അവിടെ അവർ ഫാമിലിയായിട്ട്, അവരുടെ അച്ഛനമ്മയൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ ഫാമിലിയായിട്ട് അവിടോട്ട് വന്ന് താമസിച്ച് വരികയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ആക്സിഡൻ്റലി രാജസ്ഥാനിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അമ്മ ഒരു നേഴ്സായിരുന്നു കേട്ടോ. ഒരു 13 വർഷം അമ്മ രാജസ്ഥാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ വെച്ച് കാണുന്നു, അവർ ലവ് ആവുന്നു, നാട്ടിൽ വന്ന് അവർ മാരേജ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ മൂത്ത പുത്രി, അതെ, ഞാൻ വന്നു. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. ഞാൻ ജനിച്ചൊരു 6 വർഷത്തിന് ശേഷമാണ് അനിയത്തി വരുന്നത്. അപ്പോൾ എൻ്റെ സ്കൂളിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കുറേ സ്ഥലത്തായിട്ടാണ് പഠിച്ചത്.
ഞാൻ ജനിച്ചത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ചിത്ര ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. ബട്ട് വളർന്നതൊക്കെ കുഞ്ഞിലേക്ക് കുറച്ച് നാൾ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ അവിടെ രാജസ്ഥാനിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നാട്ടിൽ അമ്മയുടെ വീട്ടുകാരുടെ കൂടെ ഒരു വർഷം, അത് കഴിഞ്ഞ് അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ ഒരു വർഷം, വീണ്ടും രാജസ്ഥാനിൽ, പിന്നെയും നാട്ടിൽ, അങ്ങനെ ഇങ്ങനെ സ്പ്ലിറ്റായാണ് വളർന്നത്. പിന്നെ അനിയത്തി അമ്മ ക്യാരി ചെയ്യണ സമയത്തും ഞാൻ അടുത്തില്ല. അപ്പം എനിക്കും അവൾക്ക് തമ്മിലൊരു ബോണ്ടിങ് ഒട്ടുമില്ല. മേ ബി ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്ത് തരുമ്പോഴത്തേക്കും കരയാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. കാരണം എൻ്റെ മനസ്സിന് ഭയങ്കര വിങ്ങൽ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്ന് തന്നെ വിചാരിച്ചത്. ഓക്കെ. ചെറുതിലെ പഠിക്കാനൊക്കെ ഞാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. ക്ലാസ് ടോപ്പർ, സ്കൂൾ ടോപ്പർ, അങ്ങനെയൊക്കെ ആയിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കിടിലമായിരുന്നു. അതൊക്കെ ഒരു ടൈം ആലോചിക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി തോന്നുന്ന കുറേ സമയമാണ് അതൊക്കെ. ഓ മൈ ഗാഷ്. അപ്പം അങ്ങനെ അത്ര വലിയ ഹാപ്പി ഫാമിലി ലൈഫൊന്നും അല്ലായിരുന്നു ഞങ്ങളുടേത്. ആസ് യൂഷ്വലി എല്ലാ വീട്ടിലുള്ളതുപോലെ തന്നെ അച്ഛൻ അത്യാവശ്യം നല്ല രീതിക്ക് കുടിക്കുകയും വീട്ടിൽ വന്നിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. വളരെ ചെറിയ പ്രായം തൊട്ടേ നല്ല രീതിക്ക് വീട്ടിൽ നിന്നും ടോർച്ചർ അനുഭവിച്ച് വളർന്നൊരു കുട്ടിയാണ് ഞാൻ. നിങ്ങൾക്കിപ്പോൾ പുറമെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും പോസ്റ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കിനും ലൈക്ക് ഞാനൊരു ഭയങ്കര യോയോ പൊളി ടൈപ്പായിട്ടൊക്കെ തോന്നും. ബട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വാക്കുകളൊക്കെ ഇടറുന്നുണ്ട് ഗൈസ്. ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലൈക്ക് ആക്ട് ചെയ്യണതല്ല. ദിസ് ഇസ് മൈ ലൈഫ്. എൻ്റെ റിയൽ സ്റ്റോറിയാണ് ഐ എം ഷെയറിങ് വിത്ത് യു ഗൈസ്. എന്തോ ചെയ്യണം, നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്നു. അല്ലാതെ നിങ്ങളുടെ എമ്പത്തിക്കോ സിമ്പത്തിക്കോ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരുപാട് പേര് എന്നെ അടുത്തറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ശരി, അടുത്തറിയിക്കാം അല്ലെങ്കിൽ പരിചയപ്പെടാം എന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ 7th പഠിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. സൂയിസൈഡായിരുന്നു. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, ആസ് യൂഷ്വൽ പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞതുപോലെ ടോർച്ചർ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അമ്മയുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നും സഹകരണമില്ല, അച്ഛൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നും സഹകരണമില്ല. ടോട്ടലി അമ്മ ഒറ്റപ്പെട്ടു. ആൻഡ് അമ്മ ഒരു തൈറോയ്ഡ് പേഷ്യൻ്റ് ആയിരുന്നു. ഷി വാസ് ടേക്കിംഗ് ടാബ്ലറ്റ്സ്. ആൻഡ് തൈറോയ്ഡ് പേഷ്യൻസ്, PCOD ഒക്കെ ഉള്ളവർക്ക് അറിയായിരിക്കുമല്ലോ അവരുടെ ഒരു മെൻ്റൽ സിറ്റുവേഷൻസ് ഒക്കെ. ലൈക്ക് പെട്ടെന്ന് ഡിപ്രഷനിലേക്കും ഫ്രസ്ട്രേഷനിലേക്കും കാര്യങ്ങൾ കൈവിട്ട് പോകാനൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥ ഉള്ള ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ തൈറോയ്ഡ് PCOD ഒക്കെ ഉള്ളവർ. അപ്പം അമ്മ ഇതുപോലെ കുറേ ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിച്ച് പുള്ളിയുടെ അതായത് ഹസ്ബൻഡ്, എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഒരു ലവോ കെയറോ സപ്പോർട്ടോ ഇല്ല. അമ്മ 10-13 വർഷം ഈ പറഞ്ഞ പോലെ രാജസ്ഥാനിൽ വർക്ക് ചെയ്തതാണ്. ബട്ട് അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം അമ്മയ്ക്ക് ജോലി കിട്ടിയിട്ടും പുള്ളിക്കാരിയെ ജോലിക്ക് വിടുന്നില്ല. സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ അനുവദിക്കുന്നില്ല. എന്നാൽ പുള്ളി ഇപ്പം ചിലവിന് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഓരോ പൈസയ്ക്കും കണക്ക് ചോദിക്കുന്നു. ഭയങ്കരമായിട്ട് മെൻ്റലി ടോർച്ചറും കാര്യങ്ങളും. അതുപോലെ തന്നെ വേറെ റിലേറ്റീവ്സ് ആരുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഫുൾ ടോട്ടലി അമ്മ അപ്സെറ്റ് ആയിപ്പോയിരുന്നു. മെൻ്റലി ഷി വാസ് നോട്ട് ഗുഡ്. ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി. അങ്ങനെ അമ്മ സൂയിസൈഡ് ചെയ്തു. സോ അമ്മ മരിക്കുന്നതിന് അന്ന് രാവിലെ എന്നോട് പറഞ്ഞൊരു കാര്യം, ലൈക്ക് സിസ്റ്ററിന് ഞാൻ വന്നിട്ട് ഒരു എൽഡർ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു ആളല്ല. ഇനി ഞാൻ അവൾക്കൊരു സെക്കൻഡ് മദറാണ്. അങ്ങനെ ആയിരിക്കണം. അവളെ ടേക്ക് കെയർ ചെയ്യണം. എന്തൊരു ഇഷ്യൂ വന്നാലും അവളെ വിട്ട് കളയരുത്. അവളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നീയാണ് എന്നും പറഞ്ഞ് റെഡിയാക്കിയാണ് സ്കൂളിലേക്ക് വിടുന്നത്. സ്കൂൾ കഴിഞ്ഞു. ഈവനിങ് ഞാൻ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ജസ്റ്റ് ഒരു 4 ഇങ്ങനെ എന്താ പറയുക, ഈ കവുങ്ങിൻ്റെ തൂണിലെ അതിങ്ങനെ കുത്തി വെച്ചിട്ട് ഒരു ടാർപ്പ ഇങ്ങനെ മുകളിൽ നിന്ന് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെയാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതും കിടക്കുന്നതും ഞങ്ങൾ ഡ്രസ്സ് വെക്കുന്നതും പഠിക്കുന്നതും എല്ലാം അതിനകത്ത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ പണ്ട് ഈ ബാത്റൂമിനൊക്കെ വെക്കില്ലേ കതവ്, മറ്റേ കിലിങ്ങുന്ന ഷീറ്റ്, ആ ഷീറ്റ് ഇങ്ങനെ ഒരു പലകയിൽ അടിച്ച് വെച്ചിട്ട് പട്ടിയുടെ തൊടലുണ്ടല്ലോ, ആ തൊടൽ വെച്ചിട്ടായിരുന്നു ആ ഒരു തൂണിലും ഈ കതവിലും കൂടെ ചേർത്ത് അകത്തിങ്ങനെ ചുറ്റി നമ്മളകത്ത് ലോക്ക് ചെയ്യുന്നത്. അതായിരുന്നു ഞങ്ങളുടെ ഒരു ടൈമിലെ വീട്. കറണ്ട് കാര്യങ്ങൾ ഒരു ചെറിയ ബൾബ് ഉണ്ടായിരുന്നു കേട്ടോ ഭിത്തിയിൽ. അതായത് അപ്പുറത്തെ വീടിൻ്റെ ഭിത്തിയോട് ചേർത്താണ് ഇത് കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ആ വെളിയിലത്തെ ഒരു ബൾബ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു വെട്ടം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ വെട്ടം വെളിച്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വെറുതെ മണ്ണിൽ കെട്ടിയിട്ട് പകുതി വരെ മണ്ണിൽ, അതിന് ശേഷം മറ്റേ കോഴിക്കൂട് അടിക്കുന്നത് പോലെ കുറേ പല കഷ്ണം അടിച്ചിട്ട് മുകളിൽ കല്ല് വാരിയിടുമ്പം സൗണ്ട് കേൾക്കുന്ന മറ്റേ ഇതില്ലേ, ഷീറ്റില്ലേ, ഷീറ്റാണ് ഇട്ടിരുന്നത്. അവിടെ വെട്ടമില്ല, ചിമ്മിനി വിളക്കിലിരുന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഒരു 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 2-3-4 സിനിമയ്ക്കുള്ള സ്റ്റോറി ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഓക്കെ. അപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞാൻ അവിടെ അത്രയും അന്വേഷിച്ചു, അമ്മയെ കണ്ടില്ല. അപ്പോൾ കുളത്തിൽ കുളിക്കാൻ പോയതായിരിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയി അടുത്തുള്ള വീടുകളിലൊക്കെ നോക്കി. അപ്പം അവിടെ ഒന്നും കാണാനില്ലായിരുന്നു പുള്ളിക്കാരിയെ. പിന്നെ അനിയത്തി സ്കൂളിൽ നിന്ന് വന്നു. അപ്പോഴാരും ഞങ്ങളോടൊന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത്രയ്ക്കും ചിന്തിക്കാനുള്ളൊരു ശേഷി എനിക്കുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് അത്രയ്ക്കുള്ള മെച്യൂരിറ്റിക്കേ ഉള്ളൂ എനിക്ക്. 11 വയസ്സ് 12 വയസ്സ് അത്രയൊക്കെ ഏജ് ഉള്ളൂ. അത്ര ഏജ് ഉണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് എനിക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ വീട്ടിലെ വലിയ കാര്യങ്ങളായിട്ടൊന്നും എന്നെ അങ്ങനെ അമ്മ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ ലൈക്ക് പഠിക്കുക, മറ്റേ ബാലസംഘം അങ്ങനത്തെ പരിപാടിക്ക് പോവുക, ട്യൂഷന് പോവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലായിരുന്നു ഞാൻ കൂടുതൽ ആക്റ്റീവും. ഞാൻ അങ്ങനെ അങ്ങ് പറന്ന് നടന്ന ഒരാളായിരുന്നു. അപ്പോഴേ ഞാനൊരു ഫ്രീ ബേർഡാണ്. അമ്മ അങ്ങനെയാണ് എന്നെ വളർത്തിയത് ശരിക്കും. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ആ ഒരു ഫ്രീഡം എനിക്ക് തന്നാണ് വളർത്തിയത് എൻ്റെ അമ്മ. സോ പിന്നീട് ഇങ്ങനെ എല്ലാവരും അറിയുന്നു. അപ്പം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഈ പറയുന്ന പോലെ ഒരു മരണം എന്ന് പറയുന്നൊരു സാധനം ഞാൻ ഫേസ് ചെയ്യുന്നതും അങ്ങനെ ഒരു ചടങ്ങിൽ ഇതിരിക്കുന്നതും ഒക്കെ എൻ്റെ സ്വന്തം അമ്മയുടെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കരയണോ, എന്ത് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് പേടി. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലൈക്ക് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇങ്ങനെ നെടുകനെ പൊളന്നിട്ട് എന്താ കുത്തി തയ്ച്ച് വെക്കണതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയും നാൾ കണ്ട എൻ്റെ അമ്മയുടെ ഫേസ് അങ്ങനെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. സോ ഞാൻ കാണാൻ പോയില്ല. അനിയത്തിയെ കൊണ്ടിട്ട് അടുക്കളപ്പുറകിൽ ഒരു ചെറിയ പാറയുണ്ട്, അവിടെ പോയി ഇരുന്നു. അവസാനം എല്ലാവരും കരയുന്ന ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും പോയി കാണാൻ പറഞ്ഞു. എനിക്ക് അതിനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ജസ്റ്റ് കതവിൻ്റെ വിടവിൽ കൂടെ വിജാഗിരിയില്ലേ, അതിൻ്റെ ചെറിയ വിടവിൽ കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോഴേ ഞാൻ പോയി തിരിച്ച് വീണ്ടും അടുക്കളയുടെ പോയി ഇരുന്നു. പിന്നെ ബാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അച്ഛൻ ഞങ്ങളെ കൂട്ടിയിട്ട് വന്നു. ഒരു വർഷം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ നിന്നു. അതിനുശേഷം ഒരു വർഷം അച്ഛൻ്റെ സഹോദരിയുടെ കൂടെയൊക്കെ നിന്നു. എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിക്ക് ടോർച്ചർ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ്റെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം അതിപ്പോൾ നമുക്ക് വലുതായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെയാണ്. ലൈക്ക് നമ്മുടെ ഒരു ഗാർഡിയൻ എന്ന് പറയുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയൊക്കെ ഉള്ളൂ. എത്രയൊക്കെ 10 അമ്മ ചമ്മഞ്ഞെന്ന് പറഞ്ഞാലും പെറ്റമ്മയ്ക്ക് തുല്യാവില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാല്യുബിൾ പഴമൊഴി. അതൊരു പഴമൊഴിയല്ല, ഇറ്റ്സ് എ റിയാലിറ്റി, ഒരു ട്രൂത്താണ്. അമ്മ ഉള്ള സമയത്ത് ഈ പറഞ്ഞ വേളാങ്കണ്ണി മാതാവ് എന്ന് പറയുന്നൊരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ കൂടുതൽ കാണിക്കും ഈ രണ്ടാനമ്മമാർ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഞാൻ ആലോചിക്കും, ശരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ രണ്ടാനമ്മമാരെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ 10th പഠിക്കുന്ന ടൈമിൽ ഞാൻ അവസാനം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരുടെ വീട്ടിൽ താമസിക്കുന്നതൊക്കെ നിർത്തിയിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം അത്യാവശ്യം നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു ലൈഫ്. 10th പഠിക്കുന്ന സമയം, 10th to ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ ഒരു സമയം വരേക്കും ഞാൻ രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും എഴുന്നേക്കും. 3 മണിക്ക് എഴുന്നേറ്റിട്ട് വീട്ടിൽ പട്ടി, കോഴി, ആട് ഇതൊക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കണം. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലത്തേക്കിനുള്ള കാപ്പി ഉണ്ടാക്കണം. അതുണ്ടാക്കി വെച്ചിട്ട് ഉച്ചത്തേക്കിനുള്ള ഫുഡ് ഉണ്ടാക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കിനും റബ്ബർ ടാപ്പിങ്ങിന് പോകണം. റബ്ബർ ടാപ്പിങ്ങിന് പോയി ഇപ്പോൾ എൻ്റെ അനിയത്തിയും വരും കേട്ടോ. അന്നേരം അവൾ എത്രാം ക്ലാസ്സിൽ, 4ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമെന്ന് തോന്നുന്നു. 3-ലോ 4-ലോ എന്തോ പഠിക്കുന്നുള്ളൂ എൻ്റെ അനിയത്തി. അവളും വരും എൻ്റെ കൂടെ. അവളും ഞാനും കൂടെ മറ്റേ ഹെഡ്ലൈറ്റൊക്കെ വെച്ചിട്ട് ഈ കാട് പിടിച്ചിറക്കുന്ന റബ്ബറും കാട്ടിൽ പോയി ഒരു 10-200 മരമുണ്ട്, അതൊക്കെ ടാപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ പാലൊക്കെ എടുത്ത് ഉറയൊഴിച്ച് വെച്ച് തലേ ദിവസത്തെ ഷീറ്റും അടിച്ച് വെച്ചിട്ട് ഞങ്ങളടുത്ത് സ്കൂളിലേക്ക് പോകും. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകണമെങ്കിൽ 2 ബസ് കയറി ഇറങ്ങണം. അപ്പോൾ അതിനുള്ള ക്യാഷ് വീട്ടിൽ നിന്ന് തരത്തില്ല. ബസ്സിൽ പോകാനുള്ള പെർമിഷനും ഇല്ലാത്തത് കൊണ്ട് നടന്ന് തന്നെ സ്കൂളിൽ പോകണം. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നടന്ന് വേണം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. കുറേ നടക്കാനുണ്ട്. ഈ പറഞ്ഞ സ്കൂളിലത്തെ ബുക്കും പുസ്തകവും പിന്നെ സ്പോർട്സിൻ്റെ ഡ്രസ്സും അതിൻ്റെ ക്യാൻവാസും കാര്യങ്ങളും
പിന്നെ ട്യൂഷനുണ്ട്, അതിൻ്റെ ബുക്ക് സെപ്പറേറ്റ്, പിന്നെ ഫുഡ്, വെള്ളം, കുഴ, എനിക്കറിയില്ല ബാഗിനകത്ത് എന്തൊക്കെ കൊള്ളോ അതെല്ലാം. ഇപ്പോൾ ഒരു 10-15 കിലോ ഒക്കെ ആയിട്ടാണ്, അറിയായിരിക്കുമല്ലോ സ്കൂളിങ് നമ്മുടെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഹെവി ലഗേജുമായിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് ഇത്രയും പണി കഴിഞ്ഞ് വന്നിട്ട് തലയിൽ കൂടെ ഒരു ബക്കറ്റ് വെള്ളവും കോരി ഒഴിച്ച് യൂണിഫോമും എടുത്തിട്ടിട്ട് ഞാൻ ഈ ബാഗും എടുത്തിട്ട് നേരെ പോവും. നേരെ ഉള്ള വയലും കുന്നും ഒക്കെ കയറി ഇറങ്ങി സ്കൂളിൽ പോവും. സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ട്യൂഷൻ ഫീസൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലുതായിട്ട് വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള 1-2 വീടുകളിലെ കുഞ്ഞു പിള്ളേർക്ക് ഞാനന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂഷൻ എടുക്കുന്നതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് ഞാൻ എൻ്റെ ട്യൂഷൻ ഫീസ് അടച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. പിന്നെ 10th പകുതിയൊക്കെ ആയപ്പോഴത്തേക്കിനും സെക്കൻഡ് മദറിൻ്റെ എൻട്രി വന്നു. അതിനുശേഷം ലൈഫ് എന്ത് ഭയാനകമായി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്രൂട്ടൽ ആയിരുന്നു, അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ശരിക്കും ഞാൻ പറയുവാണ്, എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ സൂയിസൈഡ് ചെയ്തേനെമായിരുന്നു. എനിക്ക് ഞാനും അത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ 2 റീസൺ. ഒന്ന് പേടിയാണ് മെയിൻ റീസൺ, രണ്ടാമത്തത് അമ്മ പറഞ്ഞൊരു കാര്യം, ലൈക്ക് അവളെ കെയർ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം. അപ്പം ഒരുപാട് അനുഭവിച്ചു. ഇതൊക്കെ പറയാൻ നിന്ന് കുറേ ഉണ്ട്, എല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ആഗ്രഹിക്കുന്നില്ല എന്നല്ല പറയാം. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഒരു 2-3 വർഷം എനിക്ക് ഞാൻ ഒരിക്കലും തിരിഞ്ഞ് നോക്കാനോ ഓർക്കാനോ പോലും ആഗ്രഹിക്കാത്ത ഒരു 4-5 വർഷമായിരുന്നു അത്. അതിനുശേഷം വീട്ടിലെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഒരു നേരത്തെ ആഹാരം പോലും സമാധാനത്തോടെ കഴിക്കാനോ ഒന്ന് ഉറങ്ങാനോ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു വീട്ടിൽ. അങ്ങനെ പിന്നെ വീട് വിട്ട് ഇറങ്ങുമായിരുന്നു ഞാനും എൻ്റെ അനിയത്തിയും. എനിക്കപ്പോൾ 18 വയസ്സായി. അനിയത്തി അപ്പോൾ 7th പഠിക്കുന്നു, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കോളേജിലുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ സഹായത്തിൽ ഞാൻ വീട് വിട്ട് ഇറങ്ങി. നമ്മുടെ സുഗതകുമാരി ടീച്ചറിൻ്റെ കെയർ ഓഫിലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അവിടെയാണ് ഫസ്റ്റ് പോകുന്നത്. ഫസ്റ്റ് ഞാൻ നിൽക്കുന്നത് വഞ്ചിയൂർ വന്നിട്ടൊരു വുമൻസിൻ്റെ വർക്കിംഗ് ലേഡീസിൻ്റെ ഒരു ഹോസ്റ്റൽ പോലെ എന്തോ ഉണ്ടായിരുന്നു. അവിടെ 2 ദിവസം സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സിസ്റ്ററിന് എക്സാം നടക്കുമായിരുന്നു. അപ്പോൾ എക്സാം കംപ്ലീറ്റ് ആയിട്ട് അവളെ കൂട്ടിയിട്ട് വന്നിട്ട് ഞങ്ങൾ അവിടത്തേക്ക് പോയി അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കേസ് പിന്നെ അതെല്ലാം ക്ലോസ് ആയതിനു ശേഷം ഞങ്ങളെ ശ്രീചിത്ര ഹോം, ട്രിവാൻഡ്രം അറിയായിരിക്കും എല്ലാവർക്കും, ഈസ്റ്റ് ഫോർട്ട് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ ആയിട്ട് വരും. തകരപ്പറമ്പ്, കറക്റ്റ് ലൊക്കേഷൻ തകരപ്പറമ്പ്. അവിടെ ശ്രീചിത്ര ഹോം എന്നും പറഞ്ഞിട്ടൊരു ഓർഫനേജ് ഉണ്ട്. അവിടത്തേക്കിന് ഞങ്ങൾ 2 പേരെയും റെഫർ ചെയ്തു. പിന്നീട് ഞാനൊരു 2 മാസം ഓർഫനേജിൽ നിന്നു. അതും വേറൊരു ലോകമാണ് കേട്ടോ. അവിടെ ചെന്ന് കയറിയിട്ട് ആദ്യത്തെ ഒരാഴ്ചത്തെ മാനസികാവസ്ഥ അത് ടോട്ടലി ഡിഫറെൻറ്റ്. അതൊന്നും ആരും എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ടു മച്ച് പെയിൻഫുൾ. പിന്നെ ഞാനും അതിനകത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോകും എന്നുള്ളൊരു ചെറിയൊരു ഇത് വന്നിട്ട് ഞാൻ പിന്നെ ഒരു സെൽഫായിട്ടൊരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് പുറത്തിറങ്ങി. ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയുടെ ഹെൽപ്പോടുകൂടി പുറത്തിറങ്ങി. പിന്നെ ഇതുവരെ വീട് വിട്ടിറങ്ങിയിട്ട് ഇന്ന് വരെ 1 രൂപ കാശിനോ ഒരു നേരത്തെ ആഹാരത്തിനോ ഒരു നേരം മാറി കൊടുക്കാനുള്ള തുണിക്കോ ഞാൻ എൻ്റെ വീട്ടുകാരെ ആരെയും ഞാൻ ആശ്രയിച്ചിട്ടില്ല, ഇതുവരെ ആശ്രയിച്ചിട്ടില്ല. ഇപ്പം ഞാൻ വീട് വിട്ടിറങ്ങിയിട്ട് 10 വർഷമായി. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ വീട് വിട്ടിറങ്ങിയതാണ്. ഇപ്പം എനിക്ക് വയസ്സ് 28. സോ ഇതുവരെ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്നേഹമുണ്ട്. അത്രയ്ക്കും എന്നെ ഹെൽപ്പ് ചെയ്തത്, എന്നെ സപ്പോർട്ട് ചെയ്തത്, എൻ്റെ ബാക്ക് ബോൺസായിട്ട് എൻ്റെ കൂടെ നിന്നതും എല്ലാം എനിക്ക് എല്ലാം ചെയ്തു തന്നതും, എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നത്, ഫുഡ് വാങ്ങി തന്നത്, എനിക്ക് ബസ് ഫെയർ തന്നത്, എനിക്ക് ഒരു ഷെൽട്ടർ തന്നത്, എനിക്ക് ഷോൾഡർ തന്നത് എല്ലാം എൻ്റെ ഫ്രണ്ട്സായിരുന്നു. എൻ്റെ കോളേജ് ടൈമിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് അവരായിരുന്നു എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ടൈമിൽ എല്ലാവരോടും എനിക്ക് പേരെടുത്ത് പറഞ്ഞ് പേഴ്സണലി എല്ലാവരോടും പറയണമെന്നുണ്ട് നന്ദി. ബട്ട് അത് കുറച്ച് ഓവറായി പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അറിയിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെയാണ് നിങ്ങളെന്നുള്ളത്. സോ ഞാൻ പേരെടുത്ത് പറഞ്ഞ് ഇതാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. സോ ഞാനപ്പോൾ ഓർഫനേജിൽ നിന്ന് വെളിയിൽ വന്നു.
സ്വയംവര ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങൽ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് കുറച്ച് ബാഡ് സിറ്റുവേഷൻ കാരണം എനിക്ക് എൻ്റെ സർവൈവലിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. 3 ബാക്ക് പേപ്പേഴ്സ് ഉണ്ട്, ഇതുവരെ അത് ക്ലിയർ ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നെ ഡിഗ്രി എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഞാൻ ജോബിന് കയറി ടെക്നോ പാർക്കിൽ. 2 കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. 2ഇടത്തും കിട്ടി. ബട്ട് ഞാൻ ആ ഒരു ടൈമിൽ സാലറിയുടെ ഒരു ഇത് നോക്കിയിട്ട് ഞാനൊരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ കയറി. ഇപ്പോൾ ആ കമ്പനി ഇല്ല, അത് ക്ലോസ് ചെയ്ത് പോയി. അവിടെ ഒരു 1.5 വർഷം വർക്ക് ചെയ്തു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് വീട്ടു ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അതായത് ഈ സ്വയംവര ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ NCC ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിന് പോയ ടൈമിൽ ചിക്കൻ ബോക്സ് പിടിച്ചിട്ട് 1 മാസത്തോളം എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പം അവിടെ ഓണം ടൈം ആയതുകൊണ്ട് അവർ വേറെ ആളിനെ എടുത്തു. സോ അങ്ങനെ ആ ജോബ് പോയി. പിന്നെ അങ്ങനെ കുറേ അന്വേഷിച്ചിട്ട് വേറെ ജോബ് കാര്യങ്ങളൊന്നും സെറ്റ് ആവാതെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് അക്കോമഡേഷനും വേണം, ജോബും വേണം എന്നുള്ളൊരു സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കിനുമാണ് അങ്ങനെ ഒരു വീട്ടുജോലി എന്നുള്ളൊരു സാധനം ഞാൻ തിരഞ്ഞെടുത്തത്. അതൊരെണ്ണം സെറ്റായി കിട്ടി. അങ്ങനെ അവരുടെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് ഫുഡ് കാര്യങ്ങൾ, ഉച്ചത്തേക്ക് വരെയുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ കോളേജിൽ പോകും. അടുത്ത് തന്നെയാണ്. കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി ഈവനിങ് പരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനുള്ള ടൈമും അവർ തരാറുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എന്നാലും ടയേർഡായിരിക്കും, എന്നാലും കുഴപ്പമില്ലാണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് ബാക്ക് പേപ്പേഴ്സ് വരാൻ റീസൺ ഞങ്ങളുടെ ഒരു ടീച്ചർ തന്നെയാണ്. പുള്ളിക്കാരത്തിയുടെ അശ്രദ്ധ കാരണമാണ് എനിക്ക് ബാക്ക് പേപ്പേഴ്സ് വന്നത്. ലൈക്ക് അറ്റൻഡൻസ് എൻ്റർ ചെയ്തതിലെ മിസ്റ്റേക്ക് കാരണം. പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്, ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അങ്ങനെ ടെക്നോ പാർക്കിലെ ജോലി, അങ്ങനെ ആ കമ്പനി ക്ലോസ് ആയി. അതിനുശേഷം പിന്നെ ഞാൻ എയർപോർട്ടിലെ ടാക്സി കൗണ്ടറിൽ ഒരു 4-5 മാസം അവിടെ വർക്ക് ചെയ്തു. അതിന് മുന്നേ വന്നിട്ട് നമ്മുടെ കഴക്കൂട്ടം കുളത്തൂർ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ്. അവിടെ വന്നിട്ട് നമ്മുടെ ലോറിയലിൻ്റെ പ്രൊമോട്ടറായിട്ട് ഒരു 2-3 മാസം വർക്ക് ചെയ്തു. അങ്ങനെ കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടൈമിൽ തന്നെ ഞാനപ്പം കഴക്കൂട്ടത്തൊരു ഹോസ്റ്റലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു 7-8 വർഷത്തോളം ഹോസ്റ്റലിൽ തന്നെയാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് കഴക്കൂട്ടത്ത്. പിന്നെ എന്താണ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ടെക്നോ പാർക്കിൽ ഇൻ്റർവ്യൂവിന് പോയി. നാവിഗൻ്റ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. ഞാൻ കയറി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കമ്പനിയുടെ പേര് മാറ്റി ഗൈഡ് ഹൗസ് എന്നാക്കി. അവിടെ ഒരു 3.5 വർഷം ഞാൻ വർക്ക് ചെയ്തു ആ കമ്പനിയിൽ. കുറേ മെമ്മറീസും കൊളീഗ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് നഷ്ടപ്പെട്ട ഒരു കോളേജ് ലൈഫ് തിരിച്ചെടുത്ത പോലെ ഒരു ഫീലായിരുന്നു എനിക്ക് അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. കാരണം സ്കൂൾ ടൈമിലാണെങ്കിലും കോളേജ് ടൈമിലാണെങ്കിലും എനിക്കൊരു സമാധാനം എന്ന് പറയുന്നൊരു സാധനമില്ല. വീട്ടിലെ പ്രഷറും ടെൻഷനും കാര്യങ്ങളും ഫ്രസ്ട്രേഷനും ഫുള്ള് റഷായിട്ടുള്ളൊരിതായിരുന്നു. അപ്പം ആ പറയുന്നൊരു ടൈമൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഭയങ്കര റൂഡാണ് എൻ്റെ ക്യാരക്ടർ. കാരണം ഞാൻ വളർന്നു വന്നൊരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെയാണ്. എനിക്ക് പറഞ്ഞ സ്നേഹം, കെയർ, വാത്സല്യം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കത് കാണിക്കാനും വലുതായിട്ട് അറിയില്ല. ഈ പറഞ്ഞ പോലെ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന പോലെ ഇപ്പം എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയാലല്ലേ എനിക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്നോട് കാണിച്ചാലും അത് ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളാനുള്ളൊരു തലമണ്ട പോലും എനിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. സോ പലരും എന്നോടിപ്പം ചോദിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. സോ ഇതാണ് എന്നെക്കുറിച്ച് എനിക്ക് ലൈറ്റായിട്ട് പറയാനുള്ളത്. സോ ഒരുപാട് ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ല, ഇത് ജസ്റ്റ് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ ഞാൻ പറഞ്ഞതാണ്. സോ ഫൈനലി ഐ എം കമ്മിങ് ടു ദ കൺക്ലൂഷൻ. സോ എൻ്റെ പേര് രേവതി. എൻ്റെ അമ്മ മരിച്ചു. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 15 വർഷത്തോളമായി. 15 അല്ല കേട്ടോ, 16 വർഷമായി. അനിയത്തിയുണ്ട്. അനിയത്തിക്ക് ഇപ്പോൾ ഒരു 22 വയസ്സായി. പുള്ളിക്കാരി ലുലുവിൽ ജോക്കിയുടെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പേര് അശ്വതി. പിന്നെന്താണ്, അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കോൺടാക്റ്റ് ഒന്നുമില്ല. 10 വർഷമായിട്ട് യാതൊരു വിധമായിട്ടുള്ള കോൺടാക്റ്റും ഇല്ല. പുള്ളിക്കാരൻ വേറെ മാരീഡാണ്, സെപ്പറേറ്റഡ് ആണ്. ഫാമിലി മെമ്പേഴ്സ് യാരുമായിട്ടും ഇടയ്ക്ക് തമിഴൊക്കെ കയറി വരുന്ന ഗൈസ്. ഓക്കെ, ആരുമായിട്ടും യാതൊരു കോൺടാക്റ്റും ഇല്ല. കാരണം ഞങ്ങൾ 2 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ആരും കയ്യേക്കാൻ റെഡിയല്ല. ഇടയ്ക്ക് ഞാൻ 1-2 പേരെ സമീപിച്ചിരുന്നു. അനിയത്തിയെ ഒന്ന് നോക്കാൻ പറ്റുമോ, അവളെ ഒന്ന് കൂടെ നിർത്തി പഠിപ്പിക്കാൻ പറ്റുമോ, ഞാൻ ലൈക്ക് മന്ത്ലി പേയ്മെൻറ്റുകൾ എന്തെങ്കിലും തരാം, അവളെ ചിലവിന് വേണ്ടിയുള്ള ക്യാഷ് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ ആർ നോട്ട് റെഡി ടു അക്കോമഡേറ്റ്.
അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തി ഒരു 7-8 വർഷത്തോളം ഓർഫനേജിൽ തന്നെ നിന്നാണ് വളർന്നത്. അപ്പം അവളുടെ ലൈഫ് ആ ഒരു ഓർഫനേജ് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിയെ വെളിയിൽ എൻ്റെ കൂടെ കൂട്ടിയിട്ട് വന്നു. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് എൻ്റെ ഒപ്പം ഉണ്ട്. അവളും അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്ത് വളർന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചൊരു കുട്ടി അങ്ങനത്തെ ഒരു സാധനം ഇല്ലയെന്നേ ഉള്ളൂ. ബട്ട് അവളെനിക്ക് എൻ്റെ ഒരു മോള് എന്നുള്ള രീതി തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് വളർത്തിയെടുത്തത് ആ കൊച്ചിനെ. എൻ്റെ കരിയർ, എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ പാഷൻ, എൻ്റെ ഡ്രീംസ് എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ എനിക്കെന്ന് പറഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കുറച്ച് ഷോ ഓഫ് ആഡംബരവും കാര്യങ്ങളും, ആഡംബരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ നീഡ്സ് ഞാൻ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്തും ഷൂട്ടിന് പോയും ഒക്കെ കിട്ടുന്ന കാശൊന്ന് സേവ് ചെയ്ത് ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ പറയുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ ഏണിങ്സാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ശരിക്കും രക്തം വിയർപ്പാക്കി എന്ന് പണ്ടുള്ളവർ പറയുന്ന കണക്ക് ഞാൻ അത്രയ്ക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ ഒപ്പിച്ച ക്യാഷിലാണ് ഞാനിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ സംടൈംസ് കാണിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ഷോ ഓഫ്. പിന്നെ എനിക്കതിപ്പോൾ ബാക്കിയുള്ളവരെ കുറിച്ച് അങ്ങനെ പറയുന്നതിൽ എനിക്ക് വലിയ ഫീലിങ്സ് ഒന്നുമില്ല. കാരണം ഈ പറഞ്ഞവരാരുമല്ല എനിക്ക് ചിലവർ തന്നിട്ടുള്ളത്. സോ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്, ഇപ്പം എനിക്കൊരു സമാധാനമായിട്ട് ഒരു നേരം ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ളൊരു സിറ്റുവേഷൻ ഞാനാണ് ഉണ്ടാക്കിയത്. അതിനുള്ള ഒരു ബ്രേവ് ഡിസിഷൻ ഞാൻ എടുത്ത് വീട്ടിൽ നിന്ന് മാറിയത് കൊണ്ട് എനിക്കിന്ന് അതിന് സാധിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട് ഞാൻ മേ ബി ഇപ്പം വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നേനെ. ഇല്ലെങ്കിൽ ആരെങ്കിലും തലയിൽ കെട്ടി വെച്ചിട്ട് ഇപ്പോൾ അവരുടെ 2 പിള്ളേരുമായിട്ട് അടുക്കള ചുവരിനുള്ളിൽ ഒതുങ്ങി തീരേണ്ടി വന്നേനെ. കാരണം എൻ്റെ കൂടെ പഠിച്ച സ്കൂൾ ടോപ്പർ ആയിരുന്ന പെൺകൊച്ചിൻ്റെയൊക്കെ ലൈഫ് ഞാനിപ്പോൾ കാണുന്നുണ്ട്. അവരൊക്കെ എന്തൊക്കെയോ പഠിക്കണം, എന്തൊക്കെയോ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന പിള്ളേരാണ്. ഇപ്പോൾ 2 പിള്ളേരുമായിട്ട് വീട്ടിലിരിപ്പുണ്ട് പലരും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവരുടെ ലൈഫ് അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ഇതാക്കി പറയുന്നതല്ല. ബട്ട് അങ്ങനെയൊക്കെ ആവേണ്ടതായിരുന്നു എൻ്റെ ലൈഫും. ബട്ട് ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റായിട്ട് സെൽഫായിട്ട് നിൽക്കാൻ സാധിച്ചതിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നെ കുറിച്ചിട്ടൊരു ഇത് തോന്നും. ബട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധനം ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല. ഞാൻ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുവാണ്. യെസ് ഗൈസ്, ഞാൻ സ്റ്റിൽ ഒരു നട റോഡിലെന്ന് ഉള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കൂടെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സർക്കിൾ എനിക്കുള്ളതിൻ്റെ ബേസിസിലാണ് ഞാൻ പിടിച്ചു നിന്ന് പോകുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലത്തല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ നട്ടാപ്പാതിരത്തേക്ക് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കയറിക്കിടക്കാടില്ല ഗൈസ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മണി സേവിങ്സ് പ്രോസസ്സിലാണ് ഞാനിപ്പം കുറച്ച് ക്യാഷ് കളക്ട് ചെയ്തിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഉണ്ടാക്കണം. അച്ഛൻ എന്നെ വെല്ലുവിളിച്ച കാര്യമാണ്. ഞാൻ എത്ര വലിയ ആളായാലും എൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും അതായത് വീട്ടിലെ അഡ്രസ്സിൽ കൂടെ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് സ്വന്തം ഒരു അഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് ആ ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് ഇരിക്കുകയാണ്. ഇപ്പം പുള്ളി ചലഞ്ച് ചെയ്തുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്ക് സെൽഫായിട്ടൊരു ഷെൽട്ടർ വേണം. എത്ര നാളിങ്ങനെ ഹോസ്റ്റലിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ ഓടി നടക്കും. ഇപ്പം തന്നെ എൻ്റെ കുറേ സാധനങ്ങൾ വീട് വിട്ടിറങ്ങിയപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇറങ്ങി. പിന്നെ അവസാനം അതിപ്പം ഇങ്ങനെ ഹോസ്റ്റലിലുണ്ടായിരുന്നപ്പോൾ ഹോസ്റ്റലിൽ വെച്ചിരുന്നപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒഴിഞ്ഞടക്കുന്ന വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നു. ഇപ്പം നിൽക്കുന്ന ഇവിടെ കൊല്ലത്തെ വീട്ടിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നു. കുറച്ച് സാധനങ്ങൾ എൻ്റെ അനിയത്തിയുടെ കയ്യിലിരിക്കുന്നു. അപ്പം പലതും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ മെസ്സായിട്ട് കിടക്കുവാണ് ലൈഫ്. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ ഗ്യാദർ ചെയ്ത് ഒരു നെക്സ്റ്റ് ടേണിങ്ങിലോട്ട് എത്തണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഹാർഡ് വർക്കിങ്ങിലാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് എന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെക്കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഞാൻ ഓവറാക്കി ചളവാക്കിയോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അൺവാണ്ടഡായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. എനിവേ എന്തോ എനിക്കിതൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഞാൻ ഷെയർ ചെയ്തു. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നും എനിക്കറിയില്ല. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ അതെനിക്കൊന്ന് പറഞ്ഞു തരിക. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെറിയ ലൈഫ് സ്റ്റോറി. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. കാരണം
മേ ബി എൻ്റെ ലൈഫ് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും ലൈക്ക് ഞാൻ എനിക്ക് പറയാനറിയില്ല, ഞാൻ അത്രയ്ക്ക് ഫേസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. സോ പറയാനുള്ളത് തന്നേ ഉള്ളൂ, എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുക. നമ്മളെ അവസാന ഒരു ഇതുവരെയും നമ്മൾ പോരാടുക. ബി എ വാരിയർ ഓഫ് യുവർ ലൈഫ്. ഫേസ് ഓൾ ദ സ്ട്രഗിൾസ്. ഓവർകം ഇറ്റ്. യു ക്യാൻ അച്ചീവ് എനിത്തിങ് യു വാണ്ട്. കുറേ ഞാൻ പറയുന്ന പല കാര്യങ്ങളും, ഞാൻ പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും, ഞാൻ പലർക്കും കൊടുക്കുന്ന ഉപദേശങ്ങളും എല്ലാം ഞാൻ മറ്റുള്ളവർ കേട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എനിക്ക് പറഞ്ഞു തന്നതിൽ നിന്നൊന്നും ഞാൻ പറയുന്നതോ ഷെയർ ചെയ്യുന്നതോ ഒന്നുമല്ല. എല്ലാം ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്, മൈ ഓൺ ലൈഫ് എക്സ്പീരിയൻസിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പല 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 സിറ്റുവേഷൻസിൽ നിന്ന് ഞാൻ കടന്നു വന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പലരോട് സംസാരിക്കാറുള്ളത്. പിന്നെ പുറം ലോകമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമുള്ള ആളല്ല ഞാൻ. എനിക്ക് ഈ പറഞ്ഞ ജനറൽ നോളജ് ഒക്കെ എനിക്ക് വളരെ കുറവാണ്. ബട്ട് ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാടുണ്ട്. സോ ഇനി വരുന്ന പ്രശ്നങ്ങളെയും ഇത്രയും നാൾ ഫേസ് ചെയ്ത പോലെ തന്നെ നല്ലപോലെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനും എപ്പോഴെങ്കിലും ഒരു ഹാപ്പി ലൈഫ്, ഒരു പീസ്ഫുൾ ലൈഫൊക്കെ എനിക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, ഒരു പ്രത്യാശയോ എന്തോ ഒരു സാധനം, ആ ഹോപ്പിൽ ഇങ്ങനെ ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സിമ്പിൾ വ്യക്തിയാണ് ഞാൻ. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ലൈക്ക് ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് റിച്ച് ഫാമിലിയിൽ ജനിച്ചിട്ട് അപ്പൻ്റെ കാശിൽ ഷോ ഓഫ് കാണിച്ച് ജീവിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഒരാളേ അല്ല ഞാൻ. என் சிரிப்புக்கு பின்னாடி நான் எவ்வளோ அழுதுருக்கேன்னு எனக்கு மட்டும்தான் தெரியும். ഇത് ഉന്മൈ. ഓക്കെ, ശരി, എന്നാൽ ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.